ഈശോ മിശിഹായിൽ ഏറെ സ്നേഹിക്കപ്പെടുന്നവരെ, തോബിത്തിൻ്റെ പുസ്തകം 4-ാം അധ്യായം 21-ാം തിരുവചനം നമുക്കെല്ലാവർക്കും അറിയാവുന്ന വചനമാണ്. തോബിത്ത് തൻ്റെ മകനായ തോബിയാസിന് നൽകുന്ന ഉപദേശമാണ്. മകനെ, നമ്മൾ ദരിദ്രരായിത്തീരുന്നതിൽ നിനക്ക് ആദ്യം വേണ്ട. നിനക്ക് ദൈവത്തോട് ഭക്തി ഉണ്ടായിരിക്കുകയും നീ പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുകയും അവിടത്തേക്ക് പ്രീതികരമായത് അനുഷ്ഠിക്കുകയും ചെയ്താൽ നിനക്ക് വലിയ സമ്പത്ത് കൈവരും. പ്രിയപ്പെട്ടവരെ, ഒരു കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കർത്താവ് ഇടയാക്കിയപ്പോൾ ഈ കുടുംബം പങ്കുവച്ചൊരു കാര്യമാണ്. ഈ കുടുംബം സാമ്പത്തികമായി തകർച്ചയിലൂടെയും കടബാധ്യതയിലൂടെയുമൊക്കെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാനിവരോട് പറഞ്ഞു, നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം, ഈശോ നിങ്ങളെ അനുഗ്രഹിക്കും എന്നിങ്ങനെ പറഞ്ഞ് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. അപ്പോൾ ഈ ചേട്ടനോട് ഇങ്ങനെ ചോദിച്ചു, മദ്യപിക്കാറുണ്ടോ എന്നിങ്ങനെ ചോദിച്ചപ്പോൾ ഈ ചേട്ടൻ പറഞ്ഞു, ടെൻഷനൊക്കെ വരുമ്പോൾ ഞാൻ ചെറുതായിട്ട് മദ്യപിക്കും, അല്ലാതെ എന്നെക്കൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ ഇവരോട് ചോദിച്ചു, കുർബാനയിൽ പങ്കെടുക്കാറുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങളിങ്ങനെ കുർബാനയിൽ പങ്കെടുക്കാറില്ല, ഞങ്ങളൊരു പ്രയർ ഗ്രൂപ്പ് ഉണ്ടായ പ്രയർ ഗ്രൂപ്പിൽ പോയി ശക്തമായി പ്രാർത്ഥിക്കാറുണ്ട് എന്നിങ്ങനെ പറഞ്ഞു. എന്നിട്ട് ഈ ചേച്ചി പറഞ്ഞു, ഞാൻ ഫിലിപ്പിയർ 4:19 എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശു ക്രിസ്തു വഴി ഞങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളതെല്ലാം നൽകും എന്ന വചനം 1000 തവണയും 2000 തവണയൊക്കെ എഴുതി, എന്നിട്ടും ഞങ്ങളുടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും സംഭവിച്ചില്ല എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ ഈ ചേച്ചിയോട് ചോദിച്ചു, ഞായറാഴ്ച പള്ളിയിൽ കുർബാനയിൽ പങ്കെടുക്കാറുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഈ ചേച്ചി പറഞ്ഞു, ഞായറാഴ്ച സമയം കിട്ടിയാൽ പോകും, അല്ലെങ്കിൽ അന്ന് ഞങ്ങൾ പ്രയർ ഗ്രൂപ്പിൽ പോയി പ്രാർത്ഥിക്കാറുണ്ട് എന്നിങ്ങനെ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, നമ്മൾ പരിശുദ്ധ കുർബാനയ്ക്ക് 1-ാം സ്ഥാനം കൊടുത്ത് ദിവ്യകാരുണ്യമായ ഈശോയെ നമ്മൾ സ്വീകരിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിലേക്ക് വലിയ ദൈവാനുഗ്രഹങ്ങൾ കടന്നു വരുന്നത്. പ്രയർ ഗ്രൂപ്പിലൊക്കെ പോകുന്നതും പ്രാർത്ഥിക്കുന്നതും നല്ലതാണ്, പക്ഷേ പരിശുദ്ധ കുർബാനയ്ക്ക് 1-ാം സ്ഥാനം കൊടുത്തതിന് ശേഷം മാത്രമായിരിക്കണം. ഞാനിവരോട് പറഞ്ഞു, ഈ തോബിത്തിൻ്റെ പുസ്തകം 4-ാം അധ്യായം 21-ാം തിരുവചനം ഒന്ന് വായിക്കാവോ എന്ന് ചോദിച്ചപ്പോൾ ഇവർ വായിച്ചു. അപ്പോൾ ഞാനിവരോട് ചോദിച്ചു, നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലേക്ക് സാമ്പത്തിക മേഖലയിലെ തകർച്ച കടന്നു വരുന്നതിൻ്റെ കാരണം മനസ്സിലായോ എന്നിങ്ങനെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾക്ക് മനസ്സിലായി എന്നിങ്ങനെ പറഞ്ഞു. ഇതിന് ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ 3 കാരണങ്ങളാണ് പറയുന്നത്. 1, ദൈവത്തോട് ഭക്തി ഇല്ലാത്തതുകൊണ്ട്; 2, പാപം ചെയ്യുന്നതുകൊണ്ട്; 3, ദൈവത്തിന് പ്രീതികരമായത് അനുഷ്ഠിക്കാത്തതുകൊണ്ട്. ഇവർ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നില്ല, ഇവരുടെ ജീവിതത്തിൽ പാപം ചെയ്യുന്നതല്ല, മദ്യപിക്കുന്നു; 3, പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാതെ അല്ലെങ്കിൽ ഞായറാഴ്ചകളിലെ പരിശുദ്ധ കുർബാന ഒഴിവാക്കി പോകുന്നു. ഇതൊക്കെ ഇവരുടെ ജീവിതത്തിലേക്ക് തകർച്ചകൾ കടന്നു വരുവാനുള്ള കാരണങ്ങളാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളിലൂടെയും കടബാധ്യതകളിലൂടെയും കടന്നു പോകുമ്പോൾ നമ്മൾ ഈ 3 കാര്യങ്ങൾ: 1, ദൈവത്തോട് ഭക്തി ഉണ്ടായിരിക്കണം; 2, പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണം; 3, ദൈവത്തിന് പ്രീതികരമായത് അനുഷ്ഠിക്കുമ്പോൾ സാമ്പത്തിക മേഖലയുടെ വാതിലുകൾ നമ്മുടെ മുമ്പിൽ തുറക്കപ്പെടും. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ പാപം ചെയ്യുന്നവരാണ്. എന്നാൽ നമ്മൾ കുമ്പസാരത്തിലെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് പരിശുദ്ധ കുർബാനയിലൂടെ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുന്ന ഈശോയുമായി നമ്മൾ രമ്യതയിലായി ഒരു ആത്മീയ ജീവിതം നയിക്കുമ്പോൾ നമ്മുടെ സാമ്പത്തിക മേഖലകളൊക്കെ കർത്താവ് അനുഗ്രഹിക്കും. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിലെ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളിലൂടെയും പ്രതിസന്ധികളിലൂടെയൊക്കെ കടന്നു പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ 3 കാര്യങ്ങൾ: 1, ദൈവത്തോട് ഭക്തിയുള്ളവരായിരിക്കുക; 2, പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക; 3, ദൈവത്തിന് പ്രീതികരമായത് അനുഷ്ഠിക്കുക. ഇത് ചെയ്യുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ സാമ്പത്തിക മേഖലകളെല്ലാം അനുഗ്രഹിക്കപ്പെടും. ഈശോ നിങ്ങളെ ഓരോരുത്തരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കാതെ പരിശുദ്ധാത്മാവിനോട് ചേർന്ന് ഒരു ജീവിതം നയിക്കുന്നവരായിട്ട് മാറുവാൻ പരിശുദ്ധാത്മാവിൻ്റെ ഇഷ്ടമണവാട്ടിയായ പരിശുദ്ധ അമ്മ മാതാവിൻ്റെ വിമല ഹൃദയത്തിലേക്ക് നിങ്ങളെയും നിങ്ങൾ ഓരോരുത്തരെയും പ്രതിഷ്ഠിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ മിഖായേൽ ദൂതൻ്റെ സംരക്ഷണവും സാന്നിധ്യവും എപ്പോഴും നിങ്ങൾ ഓരോരുത്തരോടും കൂടി ഉണ്ടായിരിക്കട്ടെ. ആവേ മരിയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ.